PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലായിട്ട് മാത്സ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. സർക്കിൾസിന്റെ പേജ് നമ്പർ 59 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. പേജ് നമ്പർ 59ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരുന്നു. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 59. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യമായിട്ട് പ്രൂവ് ദാറ്റ് any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. മലയാളം നോക്കാം. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറം കോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കാൻ. എതിർമൂലയിലെ അകക്കോണാണ്. നമ്മളൊരു സർക്കിൾ വരച്ചാൽ അതിലൊരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സും 4 വെർട്ടസും 4 വെർട്ടസ് എവിടെയായിരിക്കണം? ഇറ്റ് ഈസ് ഉണ്ടോ സർക്കിൾ. അത് സർക്കിളുകളായിരിക്കണം. ഇതിന്റെ 4 വെർട്ടസും ഈ 4 മൂലകളും സർക്കിളിലുള്ള ഇങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് ഈ ക്വാഡ്രിലാറ്ററൽ നമ്മളിപ്പോ A B C D ഈ ക്വാഡ്രിലാറ്ററൽ കൊടുക്കുകയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലയും നോക്കിയിട്ട് A B C D ഇറ്റ് ഈസ് on the circle. വൃത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. എല്ലാവർക്കും അറിയാം അല്ലെ? ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇങ്ങനെയുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എനി ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പുറം കോണ് എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഈ വശത്തിന് വരയ്ക്കാം, ഈ വശത്തിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ വശത്തേക്ക് ഇങ്ങോട്ട് വരയ്ക്കാണ്. ഇതാണ് ഇതിന്റെ ഔട്ടർ ആംഗിൾ. നമ്മൾ ഇപ്പുറത്താ വരയ്ക്കണമെങ്കിൽ ഇതായിരിക്കും ഔട്ടർ ആംഗിൾ അല്ലെ? ഏത് സൈഡിൽ ഏത് വെർട്ടസ് വേണമെങ്കിൽ ഔട്ടർ ആംഗിൾ വരയ്ക്കാം. ആ ഔട്ടർ ആംഗിൾ of a cyclic quadrilateral is equal to the inner angle of the opposite vertex. Opposite vertexിലുള്ള ഇത് ഇതിന്റെ ഇന്നർ ആംഗിൾ അല്ലേ? ഇത് ഇന്നർ ആംഗിൾ അല്ലേ? ഇവിടെ ഇത് ഇന്നർ ആംഗിൾ ആണ്. പക്ഷെ ഓപ്പോസിറ്റ് വെർട്ടസ് ഇതല്ലേ? ഇതിന്റെ ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഇതും തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ചോദ്യം ആദ്യം നോക്കാം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി. ഇവിടെ ഒരു പേര് കൊടുക്കാൻ നമ്മൾ ഇ കൊടുക്കുകയാണെങ്കിൽ CBE കിട്ടിയോ? അപ്പോ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമാണ്. നമ്മൾ തെളിയിക്കാൻ പോവാണ് കേട്ടോ. ഇനി തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ കണക്കിലേക്കൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെയാ തെളിയിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാം. എളുപ്പമാണിത്. നമ്മൾ തെളിയിക്കാനായിട്ട് ഇവിടെ ഇതും കൂടി കൂട്ടിയാൽ എത്രയാ? ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ എന്താണ്? ഇതും കൂടി കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 180. കാരണം ഇറ്റ്സ് എ ലീനിയർ പെയർ. രേഖീയ ജോഡിയാണ് അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഇതും കൂടി കൂട്ടിയാൽ എന്താണ്? ഇറ്റ്സ് 180. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്താൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എളുപ്പമാണ്. അപ്പൊ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങളെ ഈ ആംഗിൾ നമ്മൾ എങ്ങനെയാ പേര് എഴുതാം? എ. കാരണം ഇത് പങ്കുവെച്ചു കൊടുത്തേക്കാണ്. ബി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ABC ആംഗിൾ ABC ഈ ആംഗിൾ പ്ലസ് ആംഗിൾ ഈ ആംഗിൾ എന്താണ്? CBE അല്ലെ? CBE is equal to 180 degree. കാരണം എഴുതാം. എന്താണ് കാരണം? റീസൺ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇവിടെ റീസൺ എഴുതണം കേട്ടോ. എന്താണ്? ഇറ്റ് ഇസ് എ ലീനിയർ പെയർ, രേഖീയ ജോഡി. കിട്ടി എല്ലാവർക്കും ഫസ്റ്റ് ലൈൻ? ABC എന്ന് പറയുന്ന ഈ ആംഗിളും CBE എന്ന് പറയുന്ന ഈ ആംഗിളും രണ്ടും കൂടി കൂട്ടിയാൽ 180. കിട്ടി എല്ലാവർക്കും? അടുത്ത് നമുക്ക് അറിയാം എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അതിന് നമുക്ക് പേര് എഴുതാം. എങ്ങനെ എഴുതാം? ഈ ആംഗിൾ ABC യും ആംഗിൾ ABC plus
ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. റീസൺ എഴുതാം. എന്താ റീസൺ എഴുതാം? റീസൺ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. കിട്ടിയോ? ഇതിന് കാരണം എന്താണ്? ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡി എഴുതാം കേട്ടോ. അതാണ് ഇത് രണ്ടും കൂടി കൂട്ടാൻ 180 വരാൻ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 വരാൻ കാരണം ഇറ്റ്സ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോ നമ്മളിപ്പോ രണ്ട് ഇക്വേഷൻ എഴുതാണ്. എ ഇസ് ഈക്വൽ ടു ബി, എ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ എന്തെന്ന്? എ ഇസ് ഈക്വൽ ടു ബി എഴുതിക്കൂടെ? എഴുതിക്കൂടെ? എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തുല്യല്ലേ? എ ഇസ് ഈക്വൽ ടു ബി നമുക്ക് എഴുതാം ഇല്ലേ? അതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഈ തിയറി ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ആണ്, ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എന്താണ്? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. ആദ്യത്തെ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഇസ് ഈക്വൽ ടു എ ബി സി പ്ലസ് ആംഗിൾ ഡി. ഇതിന് ഈക്വൽ ആണ്, കാരണം ഇത് 180 ആണ്, ഇവിടെ ഇത് 180 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയി. അതില് നോക്കാം, എ ബി സി ഉണ്ട് കേട്ടോ. എ ബി സി ആണ്. എ ബി സി പ്ലസ് സി ബി ഇയും എ ബി സി പ്ലസ് ഡിയും ഈക്വൽ ആണ്. അതിൽ എ ബി സി ഈക്വൽ ആണ്, പോയി അല്ലെ? അപ്പൊ ബാക്കി ഏതാ ഉള്ളത്? ആംഗിൾ സി ബി ഇ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. അതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആയതുകൊണ്ട് therefore കാരണം എഴുതാം കേട്ടോ. ഇവിടെ എഴുതി വെക്കാം ചോദ്യം. നമ്മുടെ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഏതാ? therefore approve എന്നുള്ള വാക്ക് കളഞ്ഞ് ബാക്കിയുള്ളത് എന്താണ് ചെയ്യുന്നത്? therefore any outer angle of a cyclic quadrilateral is equal to the inner angle of the opposite vertices. മലയാളം മീഡിയക്കാർക്ക് തന്നെ എഴുതിക്കണം. എന്താണ്? ആയതുകൊണ്ട് ഇതൊന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എഴുതാം. ആയതുകൊണ്ട് ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ്. കിട്ടിയില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കിട്ടിയത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതാണ് നമ്മള് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്ന കണക്കിലൊക്കെ നമുക്ക് ഇത് വരും കേട്ടോ. ഇത് വരുമ്പോ പിന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ ആംഗിളും ഈക്വൽ ആണെന്ന്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇവിടെ ഈ ആംഗിളും രണ്ടും കൂടി കൂട്ടിയാൽ ലീനിയർ പെയർ 180 ആണ്. ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. രണ്ടും 180 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അതില് എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. അപ്പൊ പിന്നെ ബാക്കി ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടിൽ കോമൺ ആയിട്ടുള്ളതല്ലേ? അപ്പൊ ഈ വശവും ആംഗിൾ ഡിയും ആംഗിൾ സി ബി ഇയും ഈക്വൽ ആണ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എല്ലാം പ്രൂവിംഗ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 59 കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ സൈക്ലിക് ആണെന്ന്. ചതുരമല്ലാത്ത, മലയാളം ചോദ്യം, ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ല എന്ന്. സാമാന്ത്രികം ചതുരമായാൽ മാത്രമാണ്. എന്താണ് ഒരു സാമാന്ത്രികത്തിന്റെ, ഒരു പാരലോഗ്രാമിന്റെ? ദിസ് ഇസ് എ പാരലോഗ്രാം അല്ലേ? ആൻഡ് ദിസ് ഇസ് എ റെക്ടാംഗിൾ. ഒരു പാരലോഗ്രാം റെക്ടാംഗിൾ ആണെങ്കിൽ മാത്രമേ അത് ചക്രീയമാവുള്ളൂ. അല്ലാത്ത പാരലോഗ്രാം ഒരിക്കലും ചക്രീയമാവില്ല എന്ന്. ചക്രീയമാകണമെങ്കിൽ, സൈക്ലിക് ആകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ 4 സൈഡ്സും സർക്കിളിൽ, 4 വേർട്ടസും സർക്കിളിലായിരിക്കണം. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പാരലോഗ്രാം ഒരു റെക്ടാംഗിൾ ആണെങ്കിലാണ് എന്താവുള്ളൂ? അത് ചക്രീയ ചതുർഭുജം ആകുള്ളൂ എന്ന്. അത് റെക്ടാംഗിൾ അല്ലെങ്കിൽ അത് ചക്രീയ ചതുർഭുജം ആവില്ല. അപ്പൊ നോക്കാൻ നമുക്ക് പാരലോഗ്രാം ആണ്. ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്താ? നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാരലോഗ്രാം
അതിന്റെ പാരലോഗ്രാമിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. എന്താണ് പാരലോഗ്രാമിന്റെ ഫീച്ചേഴ്സ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതും ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. പിന്നെ ഒന്നുകൂടി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അപ്പൊ സൈഡ്സിന്റെ കാര്യത്തിൽ രണ്ടെണ്ണം കിട്ടി. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. കിട്ടിയില്ലേ? അടുത്തത് വരുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കാം, ഇതും ഇതും ഈക്വൽ ആകുന്നു അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു നോക്കിയേ? എ ബി ഒരു സൈഡിനെ പറയുന്നത് കേട്ടോ, രണ്ട് സൈഡും ഈക്വൽ തന്നെയാണ്. എ ബി ഇസ് ഈക്വൽ ടു ഡി സിയും എ ബി പാരലൽ ഡി സി, പിന്നെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത്രയാണ് നമുക്ക് ഒരു പാരലോഗ്രാമിന്റെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? എന്തൊക്കെയാണ് പാരലോഗ്രാമിന്റെ പഠിച്ചിരുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഇത്രയുമായി നമുക്ക് പാരലോഗ്രാം ആണ് ചൊല്ലിയിരിക്കും. ഇതിങ്ങനെയുള്ള പാരലോഗ്രാം ഇനി സൈക്ലിക് ആവണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ആവണം അല്ലെ. എന്താ കാരണം? സൈക്ലിക് ആവണമെങ്കിൽ. അവർ പറയുന്നത് സൈക്ലിക് ആവണമെങ്കിൽ അത് റെക്ടാംഗിൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും സൈക്ലിക് അല്ല. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണ് ഒരു പാരലോഗ്രാം സൈക്ലിക് ആവണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, കാരണം സൈക്ലിക് ആവും കേട്ടോ. ഇവിടെ എ ഇസ് ഈക്വൽ ടു സി വരാൻ കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഇവിടെ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 180, കാരണം സൈക്ലിക് ആവണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഇസ് ഈക്വൽ ടു സി ആണ്, എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 180 ആണെങ്കിൽ therefore ആംഗിൾ എ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കണം? എത്ര വരാം? 180/2, that is 90 degree. And angle C is also 90 degree. ആംഗിൾ എയും 90 ഡിഗ്രി ആണ് വരിക, ആംഗിൾ സിയും 90 ഡിഗ്രി ആണ് വരുള്ളൂ. ആംഗിൾ എയും ആംഗിൾ സിയും 90 ഡിഗ്രി വരുമ്പോ അത് എന്തായി മാറും നോക്കിയേ? ആംഗിൾ എ 90, ആംഗിൾ സി 90 ആയി. എ ബി ഇത് ഈക്വൽ ആണ്, ഇത് പാരലൽ ആണ്. സോ ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. അപ്പൊ ഒരു പാരലോഗ്രാം എല്ലാ ഫീച്ചേഴ്സ് എഴുതി. ആ പാരലോഗ്രാം സൈക്ലിക് ആവണമെങ്കിൽ 180 ആവണം അല്ലെ. ഇങ്ങനെ 180 ആയിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇത് ഈക്വൽ ആണ്, ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണ്. സൈക്ലിക് ആവണമെങ്കിൽ ഇത് 180 വരണം. അങ്ങനെ 180 വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഒരാംഗിള് 90. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ വന്നാൽ അതെന്തായി മാറി? ഇത് റെക്ടാംഗിൾ. ഈ പാരലോഗ്രാം ഒന്ന് ചെരിഞ്ഞിരിക്കുന്നതാണ്. റൈറ്റ് ആംഗിൾ ഒന്ന് ശരിക്കുന്നതാണ് പാരലോഗ്രാം. അപ്പൊ അത് നേരെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി വന്നാൽ ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. therefore ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യുന്നു, അതുകൊണ്ട് ഇത് റെക്ടാംഗിൾ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഒരു പാരലോഗ്രാം സൈക്ലിക് ആവണമെങ്കിൽ അത് എന്താവാനേ പറ്റുള്ളൂ? റെക്ടാംഗിൾ ആയാൽ മാത്രമേ ഉള്ളൂ. റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും സൈക്ലിക് ആവില്ലാന്ന്. എന്നിട്ട് ഉത്തരം എഴുതി വെച്ചോ. എന്താണ് ഉത്തരം എഴുതുന്നത്? ചോദ്യത്തിൽ നോക്കാം. therefore the parallelogram which is not a rectangle is not a cyclic. ചതുരമല്ലാത്ത സാമാന്ത്രികമൊന്നും ചക്രീയമല്ല എന്ന്. Then the next question, ഒരു സമപാർശ്വ ലംബകത്തിന്റെ സമപാർശ്വമല്ലാത്ത ലംബകം ഒന്നും ചക്രീയമല്ല. ഇതും അതുപോലെ തന്നെ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, prove that any non-isosceles trapezium is not cyclic. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു പാരലോഗ്രാം നമ്മൾ ആദ്യം എന്താ ചെയ്തത്? റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. റൈറ്റ് ആംഗിൾ അല്ലാത്ത ഒന്നും സൈക്ലിക് ആവില്ല പാരലോഗ്രാം ആണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ പറയാണ്, അടുത്തത് പറയാണ് ഒരു ട്രപ്പീസിയത്തിന്റെ കാര്യം പറയണത്. ഓക്കെ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. നോൺ ഐസോസെലസ് ആയിട്ടുള്ള ട്രപ്പീസിയം ഒന്നും സൈക്ലിക് ആവില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഒരു ഐസോസെലസ് ട്രപ്പീസിയം. എന്താണ് ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത? നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പറഞ്ഞു ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ട്രപ്പീസിയത്തിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്? 180 ആണെന്ന്, 180 ഡിഗ്രി ആണെന്ന്. കാരണം എന്താണ്?
നോക്കാം, രണ്ട് പാരലൽ ലൈൻ, ഇത് പാരലൽ ലൈൻ അല്ലേ? ഈ രണ്ട് പാരലൽ ലൈനിനെ ഇങ്ങനെ രണ്ട് ആംഗിൾസ്, ഏത് രണ്ട് ആംഗിൾസ്? കോ ഇന്റീരിയർ ആംഗിൾ, ആന്തര സഹകോണുകളിലെ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് 180. നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ് അല്ലെ. രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾസിനെ നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയും. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പൊ ഇതും ഈക്വൽ ആണ്, ഇതും കൂടി കൂട്ടിയാൽ 180 വരും അല്ലെ. ഇതും ഈക്വൽ ആണ്. നോക്കിയേ, A is equal to B ആണ്. എന്നിട്ട് നമ്മൾ A plus B 180 ആണ്. എങ്കിൽ നമുക്ക് A എന്ന് പറഞ്ഞാൽ B അല്ലേ? അപ്പൊ Aയുടെ അവിടെ നമുക്ക് എന്ത് ചെയ്ത് നോക്കിയേ, B plus D, അതും എന്തായിരിക്കുന്നു? 180 ആണ് അല്ലെ. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ 180 വരും. കാരണം ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ 180 ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു കോ ഇന്റീരിയർ ആംഗിൾസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എക്ക് പകരം A B ആണെന്ന് പറഞ്ഞു. ഓക്കെ, എക്ക് പകരം നമ്മൾ B എഴുതി. B plus D is equal to 180. കിട്ടിയില്ലേ? സോ നമുക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഐസോസെലസ് ട്രപീസിയം ആണെങ്കിൽ ഇറ്റ് ഇസ് എ സൈക്ലിക് ആണ്. പക്ഷെ നമ്മളോട് അതല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതല്ല എന്ന്. നോൺ ഐസോസെലസ് ആണെങ്കിൽ, നോൺ ഐസോസെലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാം. ഇത് രണ്ടും ഈക്വൽ അല്ല, ഇത് രണ്ടും പാരലൽ ആണ് ഇതുപോലെ തന്നെ. പക്ഷെ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇത് ചെയ്താലാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ എയും ബിയും ഈക്വൽ ആണ്. കാരണം ഐസോസെലസ് ട്രപീസിയത്തിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ ഇതും ഈക്വൽ ആയി. കാരണം നമ്മൾ എക്ക് പകരം ബി ഇട്ട് കൊടുത്തു, നമ്മൾ ബി പ്ലസ് ഡി. അപ്പൊ ഇവിടെ നമ്മൾ ഇത് തന്നെ കാരണങ്ങൾ എഴുതാം. സി ഡി ഇവിടെ എഴുതേണ്ടത്, ഇവിടെ നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി. പക്ഷെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആംഗിൾ എ is not equal to angle B. Angle A angle B equal ആണോ? അല്ല. കാരണം എന്താ? It's not a trapezium, isosceles trapezium. ഇത് isosceles trapezium അല്ല. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ല. ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ ഇത് രണ്ടും 90 ആണ് അല്ലെ. ആംഗിൾ A plus ആംഗിൾ D is equal to 180 ആണ്. കാരണം ഇത് രണ്ട് എന്താണ്, ഈ രണ്ട് വരകൾ പാരലൽ ലൈൻസ് ആയതുകൊണ്ട് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇത് 180 ആണ്. പക്ഷെ ആംഗിൾ എ ആംഗിൾ ബി അല്ല. അങ്ങനെയാണെങ്കിൽ therefore നമുക്ക് എന്താണ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് നോട്ട് ഈക്വൽ ടു 180 ആവോ? ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയതുകൊണ്ടാണ് 180 ആയത്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ല. അതുകൊണ്ട് ബി പ്ലസ് ഡി ഈസ് നോട്ട് 180. ബിയും ഡിയും 180 അല്ലെങ്കിൽ നമുക്ക് ചോദ്യം എഴുതാം. എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ലൈൻ, the non-isosceles trapezium is not cyclic. Therefore, the non-isosceles trapezium സമപാർശ്വമല്ലാത്ത ലംബകമൊന്നും സൈക്ലിക് അല്ല, ചക്രീയമല്ല എന്ന്. കഴിഞ്ഞില്ലേ? അപ്പൊ ഇത് മനസ്സിലായോ? നമുക്ക് ഈ ഒരു കണക്ക് ഒന്നുകൂടി നോക്കാൻ. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഇതൊരു ട്രപീസിയം. നമ്മളോട് ചോദ്യം ഇതാണ്, എ ബി സി ഡി അല്ലെ. ഇറ്റ് ഈസ് നോൺ ഐസോസെലസ് ട്രപീസിയം ആണെന്ന് പറഞ്ഞു. ഈ നോൺ ഐസോസെലസ് ട്രപീസിയം സൈക്ലിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഐസോസെലസ് ട്രപീസിയം വരച്ച് കാണിക്കാണ്. ഐസോസെലസ് ട്രപീസിയത്തിന്റെ പ്രത്യേകത, ഐസോസെലസ് സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ ഈ വശം തുല്യമാണ് അല്ലെ. അപ്പോ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. എയും ബിയും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാരണം ഇതാണ് കേട്ടോ, ആംഗിൾ ഡിയും ആംഗിൾ എയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇതിന്റെ ഈ രണ്ട് പാരലൽ ലൈൻസ് ആണ്. ട്രപീസിയത്തിന്റെ ഈ രണ്ട് സൈഡുകൾ എന്താണ്? പാരലൽ. ഇത് രണ്ടും പാരലൽ ആവുന്ന സമയത്ത് ഇത് ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോ, രണ്ട് പാരലൽ ലൈനിൽ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് കോ ഇന്റീരിയർ ആംഗിൾ ആണ്. കോ ഇന്റീരിയർ ആന്തര സഹകോൺ കേട്ടോ. അല്ല, ഇതിന്റെ വാക്ക് ആന്തര സഹകോണാണ്. ആന്തര സഹകോണുകൾ എപ്പോഴും സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്, 180 ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. എയും ബിയും ഈക്വൽ ആണ്. എയും ഡിയും കൂടി കൂട്ടിയ 180 ആണ്. അപ്പൊ നമ്മൾ ഈ എക്ക് പകരം ബി ഇട്ട് കൊടുത്തു. കാരണം എയും ബിയും ഈക്വൽ ആണ്. ബി പ്ലസ് ഡി 180 ആണ്. സോ ദീസ് ടു ആംഗിൾസ് കൂടി കൂട്ടിയ 180 കിട്ടും. therefore it is cyclic. ഇത് സൈക്ലിക് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്, നോൺ ഐസോസെലസ്. ഈ രണ്ട് വശങ്ങൾ തുല്യമല്ല. പക്ഷെ ഇതും പാരലൽ ആണ് കേട്ടോ. ഇതും പാരലൽ ആണെങ്കിൽ ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എന്ത് വരണം?
180 വരണം. ആന്തര സഹകോണുകള് കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി 180 ആണ്. പക്ഷെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ല. ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. അതിന് ഇതും കൂടി കൂട്ടിയാൽ നമുക്ക് ഇത് രണ്ടുമാണ് 180 വരുന്നത്, ബിയും ഡിയും ആണ്. അതിന് ഇത് രണ്ടും 180 ആണ് നമുക്ക് അറിയാം, കാരണം പാരലൽ ലൈൻസ് ആയതുകൊണ്ട്. കോ ഇന്റീരിയർ ആംഗിൾ സപ്ലിമെന്ററി ആണ്. പക്ഷെ ഇതും കൂടി കൂട്ടുമ്പോ 180 ആവില്ല. എക്ക് പകരം ബി ഇടാൻ പറ്റില്ല. എ ഇസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ എക്ക് പകരം ബി ഇടാൻ പറ്റില്ല. ബി പ്ലസ് ഡിയും എന്താണ് 180 ആവില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു എന്നതാ, ഇത് ഐസോസെലസ് അല്ലാത്ത ഒരു ട്രപ്പീസിയം ഒരിക്കലും സൈക്ലിക് ആക്കില്ല എന്ന്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 3 ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം.